നമുക്ക് ഒരു നിയമം വരികയാണെങ്കിൽ നമ്മൾ അതിനെതിരെ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ കൊടി പിടിച്ച് പുറത്തു പോയിട്ട് ഇങ്ങനെ സമരം ചെയ്യും അല്ലേ, ഈ കാടൻ നിയമങ്ങൾ അവസാനിപ്പിക്കുക എന്നെല്ലാം പറഞ്ഞ്. ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നിയമപരമായി തന്നെ മുന്നോട്ട് നീങ്ങാനുള്ള ഓപ്ഷൻസ് ഒരുപാടുണ്ട്. പെറ്റീഷൻസ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഒരു UK പാർലമെൻറ്റ് പെറ്റീഷൻ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ ഗവൺമെൻറ് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അതിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മളുടെ ഫീലിങ്സ് എന്തുകൊണ്ടാണ് നമുക്ക് ആ പെറ്റീഷൻ നമുക്ക് സൈൻ ചെയ്യാം. അപ്പോൾ ആ പെറ്റീഷന് ഒരു 10,000-ഓളം സൈനൊക്കെ കിട്ടുമ്പോൾ ഈ ഗവൺമെൻറ് ഇതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് തങ്ങൾ ഈ നിയമം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നതിനെക്കുറിച്ച് പാർലമെൻറ്റിൽ സംസാരിക്കും. അത് 1 ലക്ഷത്തിന് മേലെയായി പെറ്റീഷൻ ഒപ്പുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡിബേറ്റ് നടക്കും. അപ്പോൾ അങ്ങനെ ഡിബേറ്റ് നമ്മൾ UK നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഡിബേറ്റ് കഴിഞ്ഞ് അങ്ങനെ ഓരോ ഘട്ടങ്ങളാണ്. പിന്നെ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഗവൺമെൻറ് തീരുമാനത്തിനെതിരെയുള്ള നമ്മുടെ പ്രതിഷേധം രേഖപ്പെടുത്താൻ വേണ്ടി ഒരു ഓപ്ഷൻ വരും. ആ ഒരു ഓപ്ഷനാണ് പബ്ലിക് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. ഈ ഫെബ്രുവരി 12 പബ്ലിക് കൺസൾട്ടേഷൻ കഴിഞ്ഞു. ഏകദേശം 1,30,000 പേരാണ് ആ കൺസൾട്ടേഷനിൽ പങ്കെടുത്തത് കേട്ടോ. ഏകദേശം 20 ലക്ഷത്തിലധികം പ്രവാസികൾ UK ഉണ്ട് എന്നാണ് കണക്ക്. അതിൽ പങ്കെടുത്തത് 1,30,000 പേര് മാത്രമാണ്. അതേപോലെ MP മാരെ പോയി കണ്ട് നേരിട്ട് കാര്യങ്ങൾ സംസാരിക്കുക, അങ്ങനെ തുടങ്ങി ഒട്ടേറെ ഘട്ടമായിട്ട് കാര്യങ്ങളുണ്ട്.